ഓക്കെ, 46 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടങ്ങാൻ തോന്നുന്നു. ഓക്കെ, so we learned in our previous class about general one-dimensional wave equation or solution of one-dimensional wave equation. One-dimensional wave equationന്റെ സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്രൈവ് ചെയ്ത് എന്താണ് വൺ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇപ്പോൾ വേവ് ഒരു മീഡിയയിൽ കൂടി ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. What is the differential equation representing that wave? This is given by നമ്മൾ ആദ്യം ഡ്രൈവ് ചെയ്തത് ഒരു വൺ ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് റെപ്രസെന്റിംഗ് എ വൺ ഡയമെൻഷണൽ വേവ് മൂവിംഗ് ത്രൂ എ മീഡിയം വിച്ച് ഇസ് ഗിവൺ ബൈ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 by v square dou square u by dou t square, where v is the velocity of propagation. V is the velocity of propagation and x is the dimensional coordinate or spatial coordinate. We are considering that, or we are assuming that the wave is propagating through positive x-axis and t is the time, and we find a solution for one-dimensional wave equation. നമ്മൾ ഇന്നലെ ചെയ്തത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. So it will be the solution for one-dimensional wave equation, and we get the solution of this equation is u, which is displacement from equilibrium position. അല്ലെങ്കിൽ മീഡിയത്തിന്റെ the displacement of particles in medium from equilibrium position at some position x, and t is given by some a into e raised to I kx plus or minus omega t. Taking the real case, നമ്മൾ ഇതിന്റെ ഒരു റിയൽ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ we get the solution as u of xt equal to a sin kx minus plus or minus omega t. So this is the solution of one-dimensional wave equation. അതാണ് നമ്മൾ ഇന്നലെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ടുഡേ വി ആർ ഡിസ്കസിങ് അനദർ ടോപ്പിക്. നമ്മൾ ഈ മോഡ്യൂളിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് വരികയാണ്. സോ അവർ ലാസ്റ്റ് മെയിൻ ടോപ്പിക് ഈസ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഇൻ എ സ്ട്രക്ചർഡ് സ്ട്രിംഗ്. ട്രാൻസ്വേഴ്സ് വേവ്സ് ഇൻ എ സ്ട്രക്ചർഡ് സ്ട്രിംഗ്. ഓൾറെഡി എന്താണ് സ്ട്രക്ചർഡ് സ്ട്രിംഗിലെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വെൻ വി ആർ ക്ലാസിഫൈങ് ദ വേവ്സ് ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. നമ്മൾ വേവ്സിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് ഒന്നും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഒന്നും ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആയിട്ട് എടുത്തൊരു കാറ്റഗറി ഓഫ് വേവ്സ് ആയിരുന്നു സ്ട്രക്ചർഡ് സ്ട്രിംഗിലെ ട്രാൻസ്വേഴ്സ് വേവ്. വാട്ട് ഈസ് ഇറ്റ്? What is in real life? What is transverse wave in a stretched string? Consider that a string is tightly fixed on point A and B. A എന്നും ബി നിന്നും ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ പോയിന്റും ഒരു ഫൈനൽ പോയിന്റും നമ്മൾ if we have a string and we are fixing it at point A and B tightly, when we are applying a vertical force, when we pluck it or when we displace this string, displace the string vertically along the y-axis. Consider if this is y-axis. If we displace this fixed string, this tightly fixed string vertically upwards, what happen? The transverse vibration will start on string vibrate ചെയ്യും. Transverse vibration start ചെയ്യുന്നു. Up and down vibration string ഉണ്ടാവും. And such vibration or such propagation of wave from A to B and back to B to A, A നിന്ന് B യിലേക്ക് ആദ്യം ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേഷൻ ഉണ്ടാവും വേവിന്റെ, തിരിച്ച് B യിൽ നിന്ന് Aയിലേക്കും. സോ ഇറ്റ് വിൽ ആക്ട് as a standing wave because ഒരു പൊസിഷനിൽ മറ്റൊരു ഫിക്സഡ് പൊസിഷനിലേക്ക് വേവ് ചെന്നു ആൻഡ് അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് Aയിലേക്ക് വന്നു. സോ വി ക്യാൻ സേ ഇറ്റ് എ സ്റ്റാൻഡിങ് വേവ്. Standing wave കണക്കൂട്ടെങ്കിലും we can say one thing definitely: the transverse vibrations will start on the string if we displace this string if we displace this string vertically upwards. നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടിരിക്കുന്ന എന്ത് ഒരു നൂലായാലും അല്ലെങ്കിൽ ഒരു കയറായാലും ടൈറ്റ് ആയിട്ട് വലിച്ചു കെട്ടിരിക്കുന്ന പിന്നെ ഒരു സ്ട്രിങ് നമ്മൾ ജസ്റ്റ് മുകളിലോട്ടൊന്ന് വലിച്ചു വിടുന്നു, എന്ത് സംഭവിക്കും?
ഓട്ടോമാറ്റിക്കലി അത് മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. So today we are analyzing this transverse vibration or some properties of transverse vibration by analyzing this phenomenon. Okay. Now consider that. Now consider that this is the string. ഇതാണ് നമ്മൾ ഒറിജിനലി ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്ന് വിചാരിക്കുക, ഈ എക്സ് ആക്സിസ്, ആൻഡ് വി ആർ കൺസിഡറിങ് ഇൻ എ റെസ്റ്റ് പൊസിഷൻ. ഇപ്പം നമ്മൾ ഇത് വെർട്ടിക്കൽ അപ്പാർട്ട് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ഈ സ്ട്രിങ്ങിലെ ഒരു എലമെന്റ് എടുക്കുക ഓഫ് ലെങ്ത് ഡെൽറ്റ എക്സ് ലെങ്ത് ഉള്ള ഒരു എലമെന്റ് നമ്മൾ എടുക്കുന്നു. ഈ ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ സ്ട്രിങ്ങിലെ എലമെന്റ് എടുക്കുന്നു. കൺസിഡർ ദിസ് പൊസിഷൻ ഈസ് എക്സ് ആൻഡ് ദിസ് പൊസിഷൻ ഈസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. സോ ദി ലെങ്ത് ഓഫ് the element we are taken as reference is delta x. Okay, when the string is displaced outwards, when string is displaced vertically upwards, നമ്മൾ സ്ട്രിങ്ങിനെ മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് assume that the string will look like this. സ്ട്രിങ് ഇതുപോലെ, നമ്മൾ അറിയാലോ ഒരു സ്ട്രിങ് വലിച്ചു കെട്ടിക്കുന്ന സ്ട്രിങ് നമ്മൾ മുകളിലോട്ട് വലിക്കും, ഇറ്റ് വിൽ ലുക്ക് സംവാട്സ് ലൈക്ക് ദിസ്, ഇതുപോലെ കാണപ്പെടും. Now our element AB changes to എ ഡാഷ് ബി ഡാഷ്. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത റെഫറൻസ് എലമെന്റ് ഉണ്ടല്ലോ സ്ട്രിങ്ങിലെ എ ബി ഡെൽറ്റ എക്സ് എന്നുള്ള ആ എ ബി എന്നുള്ളത് എ ഡാഷ് ബി ഡാഷ് എന്ന പോയിന്റ് ആയിട്ട് മാറും. ബിക്കോസ് ഇതിന്റെ ഷേപ്പും ലെങ്ത് ഒക്കെ ചെറുതായിട്ട് മാറുമല്ലോ നമ്മൾ മുകളിലോട്ട് വലിക്കുമ്പോൾ. ബട്ട് വി അസ്യൂം ദാറ്റ് ദ ലെങ്ത് എ ബി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ്. മുകളിലോട്ട് വലിക്കുന്നുണ്ട്, പക്ഷെ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒക്കെ, ഒരു എലമെന്റിന്റെ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒക്കെ വളരെ ചെറുതാണ്. സോ we consider that AB equal to A dash B dash equal to same delta x. Okay. Then what is the direction of tension? Tension direction ആയിരിക്കും. എന്താണ് ടെൻഷൻ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ if consider that if we fix a string here and we are applying a force in this direction, നമ്മൾ ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു തൂണിലോ ഒക്കെ കയറ് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ where in which direction we feel tension നമുക്ക് എങ്ങോട്ടാ ഫോഴ്സ് ഫീൽ ചെയ്യുക? ടുവാർഡ്സ് ദ ഫിക്സ്ഡ് പൊസിഷൻ. എവിടെയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഫിക്സ്ഡ് പൊസിഷനിലേക്കായിരിക്കും നമുക്ക് സാധാരണ ടെൻഷൻ ഫീൽ ചെയ്യുക. സിമിലർലി ഈ സ്ട്രിങ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന സമയത്തേക്ക് ദ ടെൻഷൻ വിൽ ഫീൽ on both directions towards the fixed position, some A and B, not A and B, take C and D. Similarly, after when we displacing this string, നമ്മൾ മുകളിലോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടും tension will act towards the fixed position or tangentially outward. The tension will act tangentially outward. നമ്മളെ മുകളിലോട്ട് ഡിസ്പ്ലേസ്മെന്റ് നടത്തിയിട്ട് ചെറുതായിട്ട് മുകളിലോട്ട് കെട്ടിയിരിക്കുന്ന സ്ട്രിങ് വലിച്ചു കഴിയുമ്പോഴും ടെൻഷൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ ടെൻഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യലി ഫിക്സ്ഡ് പൊസിഷനിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ടാൻജൻഷ്യലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ആൻഡ് അസ്യൂം ദാറ്റ് അറ്റ് എ ഡാഷ് ദ സ്ട്രിങ് ഈസ് മേക്കിംഗ് an angle, the tension is making an angle θ1 with horizontal. Sorry. മാർക്ക് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, θ1 ഇതല്ല. ഓക്കെ, okay, so this is the direction of tension, and assume that the tension is acting tangentially outwards, and this is the horizontal direction. And assume that this tension is making an angle θ1 with horizontal. എ ഡാഷ് എന്നുള്ള ഇത് എ ഡാഷ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ടെൻഷൻ ഈസ് ടാൻജൻഷ്യലി ആക്ടിങ് ഔട്ട്വാർഡ്സ് ഫ്രം ദിസ് പോയിന്റ് എ ഡാഷ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ടെൻഷൻ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ, assume that this tension is making an angle θ1 with respect to horizontal direction, and similarly assume that this tension is making some θ2 angle with horizontal direction at B dash. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സ് വേവിനെ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്,
സോ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു നമ്മൾ വെർട്ടിക്കലി ഡിസ്പ്ലേസ്മെന്റ് നടത്താത്ത അല്ലെങ്കിൽ മുകളിലോട്ട് ജസ്റ്റ് പ്ലക്ക് ചെയ്യാത്തൊരു സ്ട്രിങ് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് ടൈറ്റ്ലി ഫിക്സ്ഡ് ആൻഡ് കൺസിഡർ ആൻ എലമെന്റ് ഓഫ് ലെങ്ത് ഡെൽറ്റ എക്സ് ഓർ എ ബി and after displacing vertically upwards this section become a dash b dash, and we are assuming it is of the same length of ab, and now the tension will act towards the fixed position or toward tangentially outward of point a dash and b dash. Now assume that or say that this tension is making an angle theta 1. This tension at a dash is making an angle theta 1 at the with respect to horizontal here, and at a dash, and at b dash the tension is making an angle theta 2 with horizontal direction. Now we are going to resolve this tension vector. Tension is a vector. Tension എന്ന് പറയുന്നത് ഫോഴ്സ് തന്നെയാണ്. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. സോ നിങ്ങൾ ഫോഴ്സ് വെക്ടർ റിസോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? കൺസിഡർ ദാറ്റ് if we have a vector v which is making an angle theta, നമുക്കൊരു ആർബിട്രറി വെക്ടർ v ഉണ്ടെന്ന് വിചാരിക്കുക. ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ വാട്ട് ഈസ്, നമുക്ക് ഈ വെക്ടർ വിനെ അതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. വി ക്യാൻ റിസോൾവ് ദിസ് വെക്ടർ വി ഇൻ ദിസ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓർ എക്സ് ആൻഡ് വൈ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ കമ്പോണൻറ്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഓർ എക്സ് ഡയറക്ഷൻ? വി കോസ് തീറ്റ. പാരലാഗ്രാമിലോ ട്രയാങ്കുലർ ലോ, വെക്ടറിന്റെ ട്രയാങ്കുലർ ലോ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നൗ അണ്ടർസ്റ്റാൻഡ്, ഇത് ബേസിക് പ്രിൻസിപ്പിൾ ആണ്. വെക്ടേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ ആണ്. വി ക്യാൻ റിസോൾവ് എ വെക്ടർ ഇൻടു ഇറ്റ്സ് പെർപെൻഡിക്കുലർ കമ്പോണൻസ്. ഇതിപ്പോൾ 2 ഡയമെൻഷൻ എടുക്കുമ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റ് റിസോൾവ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റിസോൾവ് the v into x component as v cos theta and y component as v sin theta. Similarly, we can resolve this tension acting here into vertical and horizontal components. Okay. When we resolve this t, ഇത് ടി എന്ന വെക്ടർ ആണല്ലോ, ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്, ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്, ഇതാണ് ആംഗിൾ തീറ്റ 2. സോ ഇവിടെ നമ്മളിവിടെ ഈ വി എന്ന വെക്ടറിനെ നമ്മൾ എക്സ് കമ്പോണന്റ് എഴുതിയ പോലെ തന്നെ ടിക്കും നമുക്ക് എക്സ് കമ്പോണന്റ് എഴുതാൻ പറ്റും. വാട്ട് ഈസ് ടി കോസ് തീറ്റ 2. Similarly, we can write vertical component as t sin theta 2. Here we can write, we can resolve this t vector. ഇവിടെയുള്ള ടെൻഷൻ ടി എന്ന ടെൻഷൻ ടി വെക്ടറിനെ നമുക്ക് ഇവിടെയും പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. Now this is the t vector and this is the horizontal direction, but it is acting backwards. ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നെങ്കിൽ this acting on negative x direction, and this can be written as t cos theta 1, and there is a vertical component which is acting downwards, which is given by t sin theta 1. Okay, അതായത് നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നത് ഓൾ എലോങ് ദി സ്ട്രിങ് സെയിം ആയിരിക്കും. കാരണം സ്ട്രിങ് ഈസ് കംപ്ലീറ്റ്ലി, സ്ട്രിങ് ഒരേപോലെ ഹോമോജീനിയസ് ആണ്, അല്ലെങ്കിൽ എല്ലായിടത്തും ഫ്ലെക്സിബിൾ ആണ്. സോ ടെൻഷൻ ഈസ് സെയിം എവരിവെയർ, ആൻഡ് അറ്റ് പോയിന്റ് എ ഡാഷ് ആൻഡ് ബി ഡാഷ് വി കൺസിഡർ ദാറ്റ് ദിസ് ടെൻഷൻ ഈസ് ആക്ടിങ് ടാൻജൻഷ്യലി ഔട്ട്വേർഡ്സ്. ടെൻഷൻ ടി ഫിക്സ്ഡ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ടാൻജൻഷ്യലി ഔട്ട്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെക്ടറിനെ റിസോൾവ് ചെയ്തു. 2 പോയിന്റ് എ ഡാഷിലും ബി ഡാഷിലും നമ്മൾ ഈ വെക്ടറിനെ ടെൻഷൻ വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്തു into its perpendicular components. Okay, now we are asked, what is the total force experiencing in this element a dash b dash? A dash b dash എന്ന് പറയുന്ന ഈ സ്ട്രിങ് എലമെന്റിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ്, അതല്ല അതിന് ഫീൽ ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ്. വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇൻ ദ എലമെന്റ് ഓഫ് സ്ട്രിങ് എ ഡാഷ് ബി ഡാഷ്? ഫസ്റ്റ് വി ക്യാൻ ടേക്ക് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കാൻ പറ്റും. എക്സ് ഡയറക്ഷനിൽ, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ടി കോസ് തീറ്റ. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് തന്നെ ടി കോസ് തീറ്റ 2 ആക്ട് ചെയ്യുന്നുണ്ട്. ടി കോസ് തീറ്റ 2.
നെക്സ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടി കോസ് തീറ്റ വൺ ആണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ടി കോസ് തീറ്റ ടു. ടി കോസ് തീറ്റ ടു എന്ന കമ്പോണന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ്. സോ വി ക്യാൻ പുട്ട് എ മൈനസ് സൈൻ ഹിയർ ആൻഡ് റൈറ്റ് ടി cos theta 1. Similarly, what is the resultant force acting in the vertical direction? അതായത് y axis, ഇത് y axis ആണെങ്കിൽ പ്ലസ് y axis ആണെങ്കിൽ what is the resultant force in the a dash b dash element along the vertical direction? So one of the forces is vertical component at b dash, which is t sin theta 2, which is acting in positive y axis, t sin theta 2 minus, why you are taking minus? Because t sin theta 1 is acting opposite to t sin theta 2. So we are putting a minus sign here and write t sin theta 1. Okay. So ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുന്നു, കാരണം ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അങ്ങോട്ട് ജസ്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. അതായത് ജസ്റ്റ് റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന സ്ട്രിങ് എടുക്കുന്നു, അതിൽ എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുന്നു, സ്ട്രിങ്ങിന്റെ ചെറിയൊരു എലമെന്റ് എ ബി ഡെൽറ്റ എക്സ് നീളമുള്ള എ ബി എന്ന എലമെന്റ് എടുക്കുന്നു. ആഫ്റ്റർ ഡിസ്പ്ലേസിംഗ് വെർട്ടിക്കലി ഔട്ട്വാർഡ്സ് ദാറ്റ് എ ബി ബിക്കംസ് എ ഡാഷ് ബി ഡാഷ് ആൻഡ് ലെങ്ത് ഡസ് നോട്ട് വേരി ഡ്രാസ്റ്റിക്കലി. And now the tension act tangentially from a dash and b dash. Now we resolve this tension vector into its perpendicular components. Now we analyzing what is the total resultant force acting in x direction and y direction in the element a dash b dash. So we get fx is t cos theta 2 and t cos theta 1, and fy equal to t sin theta 2 minus t sin theta 1. So നമ്മളതൊന്ന് ഈ പേജിലേക്ക് ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടി കോസ് തീറ്റ 2 മൈനസ് ടി കോസ് തീറ്റ 1 ആൻഡ് എഫ് ഓഫ് വൈ ഈക്വൽ ടു ടി സൈൻ തീറ്റ 2 മൈനസ് ടി സൈൻ തീറ്റ 1. ഓക്കെ, ഇതാണ് രണ്ട് ഇക്വേഷൻസ്. This is two equation which says how much force acting on the element a dash b dash along vertical and horizontal directions. Now we are assuming that for small oscillations, അതായത് സ്മോൾ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുക നമ്മൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കലി കൊടുക്കുന്നുള്ളൂ, നമ്മൾ ചെറുതായിട്ട് വെർട്ടിക്കലി ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആകുമ്പം തീറ്റ ചെറുതായിരിക്കുമല്ലോ, കാരണം ടെൻഷൻ നമ്മൾ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് അധികം കൊടുക്കുന്നു അത്രത്തോളം തീറ്റ വലുതായിരിക്കും. സോ ഫോർ സ്മോൾ ഓസിലേഷൻ തീറ്റ 1 and theta 2 are very small. അതായത് ഓസിലേഷൻസ് നമ്മൾ ചെറുതായിട്ട് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നുള്ളെങ്കിൽ തീറ്റ 1ഉം തീറ്റ 2ഉം വളരെ ചെറുതായിരിക്കും. സോ ഫിസിക്സിൽ മെയിനായിട്ട് എടുക്കുന്നൊരു ഫിസിക്സിൻ്റെ ജസ്റ്റ് ഒരു ട്രിക്കാണ്, അതായത് ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. നമുക്കിപ്പോൾ ഒരു കോംപ്ലക്സ് ഇക്വേഷൻ കിട്ടി, അപ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യണം. സോ വി അസ്യൂം സ്മോൾ ഓസിലേഷൻ, ചെറിയ ഓസിലേഷൻ കേസിൽ, സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ പോലും നമ്മൾ ടൈം പീരീഡ് ഒക്കെ കണ്ടുപിടിക്കുന്നത് when we are considering when theta is very small sin theta equal to tan theta എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കും സിമ്പിൾ പെൻഡുലത്തിന്റെ റിയലിസ്റ്റിക് കേസിലെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇറ്റ് കണ്ടെയ്ൻസ് സോ മെനി സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് അടങ്ങിയതാണ് ശരിക്കും ടൈം പീരീഡിന്റെയും സിമ്പിൾ പെൻഡുലത്തിന് അനലൈസ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ. സോ ഫിസിക്സിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, we are approximating that for small oscillation theta 1 and theta 2 is very small. So if theta 1 and theta 2 is very small, cos theta 1 equal to cos theta 2 equal to 0. തീറ്റ 1ഉം തീറ്റ 2ഉം വളരെ ചെറുതായി കഴിഞ്ഞാൽ കോസ് തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് കോസ് 0 ഈക്വൽ ടു 1. അതായത് കോസ് 0 ആണല്ലോ മിനിമം വാല്യൂ, കോസ് 0 1 ആണ്. സോ തീറ്റ 1ഉം തീറ്റ 2ഉം ചെറുതാകും ഇറ്റ് ഈസ് നിയർ ടു 0, അതായത് 0യോട് അടുത്ത് നിൽക്കുന്ന ഏതൊരു സംഖ്യയാണ്. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് കോസ് തീറ്റ 1 ആൻഡ് കോസ് തീറ്റ 2 ഈക്വൽ ടു 0. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോസ് തീറ്റ 1ഉം കോസ് തീറ്റ 2ഉം 1 വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? Fx will be equal to horizontal directional resultant force. Fx will be equal to t into cos theta 2 യുടെ വാല്യൂ 1, t into 1 minus t cos theta 1, t into 1 equal to 0. That means
total resultant force on the horizontal direction on the element a dash b dash. A dash b dash എന്ന സ്ട്രിങ്ങിലെ എലമെന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റിസൾട്ടന്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. And when theta 1 and theta 2 is very small, we can assume that sin theta 1 equal to tan theta 1 and sin theta 2 equal to tan theta 2. ഓക്കെ, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയട്ടോ. നിങ്ങൾ ആരെങ്കിലും തംസ് അപ്പ് ചെയ്യോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. So when theta 1 and theta 2 is very small, theta 1 and theta 2 ചെറിയ വാല്യൂസ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അസംഷൻ ആണ് സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ 1 ആൻഡ് സൈൻ തീറ്റ 2 ഈക്വൽ ടു ടാൻ തീറ്റ 2. So we can write total resultant vertical force experienced on the element a dash b dash is given by t sin theta 2 ന് വരും tan theta 2. ഈ എഫ് ഐ നമ്മൾ ഒന്നും കൂടി എഴുതുന്നതാണ്, അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷനും കൂടി കൊടുത്തിട്ട് ടി ടാൻ തീറ്റ 2 മൈനസ് ടി സൈൻ തീറ്റ 1 വരെ ടാൻ തീറ്റ 1. Assume that this is some equation 3. So we get an equation for resultant vertical force acting on a dash b dash. A dash b dash എന്ന സ്ട്രിങ്ങിലെ എലമെന്റിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് വെർട്ടിക്കൽ ഫോഴ്സ് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. അതവിടെ വെക്കുക. നൗ ലുക്ക് അറ്റ്, നമ്മൾ വീണ്ടും ഈ ഇമേജിലേക്ക് തന്നെ വരുന്നു. ഈ എ ഡാഷിലും ബി ഡാഷിലും വ്യത്യസ്തമായ സ്ലോപ്പുകളായിരിക്കും. അതായത് നമ്മൾ സ്ട്രിങ് മുകളിലോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അറ്റ് സം എലമെന്റ് എ ഡാഷ് ആൻഡ് ബി ഡാഷ് സ്ട്രിങ്ങിനൊരു സ്ലോപ്പ് ഉണ്ടാവും. അതായത് the string will look like this. അതായത് ഇതിനൊരു ചെരിവുണ്ടാവും. and what will be this slope? ഈ സ്ലോപ്പിനെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും? So if we have a slope here, we can calculate the slope as m is equal to delta y by delta x, or when delta is very small or delta y is very small, we can say it is dou y by dou x. അതായത് ഈ ഒരു പൊസിഷനിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പൊസിഷൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അല്ലെങ്കിൽ അറ്റ് പൊസിഷൻ ബി ഡാഷ്. ബി ഡാഷ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണല്ലോ, എക്സ് എക്സിലെ പൊസിഷൻ. സോ ദ സ്ലോപ്പ് അറ്റ് ദിസ് ബി ഡാഷ്, സ്ലോപ്പ് എന്ന് പറയണ്ട, വി ക്യാൻ സേ സ്ലോപ്പ് അറ്റ് ഡെൽറ്റ m is equal to dou y by dou x at x plus delta x. Similarly, at a dash, the slope is given by ഇതൊരു ഡെൽറ്റ എക്സും ഇതൊരു ഡെൽറ്റ വൈയും ആണെന്ന് വിചാരിക്കാം. സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ സം എം ഡാഷ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പൊസിഷൻ എക്സ്. അതായത് എക്സ് എന്ന പൊസിഷനിലും എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന പൊസിഷനിലും സ്ലോപ്പ് കിട്ടുന്ന ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് പൊസിഷൻ എക്സ് ആൻഡ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ആൻഡ് വി നോ അനദർ തിങ്, വാട്ട് കൺസിഡർ, അതായത് വി നോ അനദർ തിങ്. നമുക്ക് മാത്തമാറ്റിക്കലി നമ്മൾ സ്ലോപ്പ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ഇങ്ങനെ ഒരു കർവ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ഒരു പൊസിഷൻ, ഈ ഒരു എലമെന്റിന്റെ സ്ലോപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇവിടെ ഒരു ഡെൽറ്റ വൈ എടുക്കും, ഇവിടെ ഒരു ഡെൽറ്റ എക്സ് എടുക്കും, അല്ലെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു സം ഡോ വൈ ബൈ ഡോ എക്സ് നമ്മൾ കാണും. ഓർ another way, the slope is determining horizontal ആയിട്ട് ഈ കർവ് ഉണ്ടാക്കുന്ന ആംഗിൾ. വാട്ട് ഈസ് ദ ആംഗിൾ വിച്ച് മേക്സ് that curve makes with horizontal direction? If that is theta, we can say m is equal to tan theta. Tan theta also gives the same value. So ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, this term dou y by dou x at some position is same as the tan theta, in which where theta is the angle which makes with horizontal. ആ കർവിലെ ആ ഒരു പോയിന്റിൽ പിന്നെ കർവ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ വി ക്യാൻ സേ ഡോ വൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സിമിലർലി വി ക്യാൻ സേ അറ്റ് എ ഡാഷ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈസ് ഗിവൺ ബൈ ടാൻ തീറ്റ 1. ഓക്കെ, സോ ടേക്കിംഗ് ദാറ്റ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എ ഡാഷ് അല്ലെങ്കിൽ
at x is given by tan theta 1 and dou y by dou x at x plus delta x is given by tan theta 2. This is at position A dash, this is at position B dash. Look, നമുക്ക് ഒന്നും കൂടി ഫിഗറിൽ ഇപ്പോൾ എ ഡാഷിൽ സ്ലോപ്പ് ക്വാണ്ടിറ്റിനെ സ്ലോപ്പ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് എടുക്കാം. അല്ലെങ്കിൽ ഡോ വൈ ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ വൈ ഡെൽറ്റ എക്സ് ഈസ് ഗിവൺ ബൈ തീറ്റ 1. ഈ തീറ്റ, ദിസ് ഈസ് ആംഗിൾ തീറ്റ 1. ആംഗിൾ തീറ്റ 1 we can relate it as tan theta 1. Similarly, at B dash, dou y by dou x at x plus delta x is given by tan theta 2. Now we have this equation. നമുക്കൊരു equation, അതായത് y axis ആക്ട് ചെയ്യുന്ന ടോട്ടൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷനിൽ we have some tan theta 2 and tan theta 1. Substitute this tan theta 1 and tan theta 2 there. We have Fy equal to T into tan theta 2 minus tan theta 1 ആണ്. Okay, now substitute this expression for tan theta 1 and tan theta 2. We get now T into dou y by dou x at x plus delta x minus dou y by dou x at x Fy. Okay, now we have another equation. Assume that this equation is 4. Now we get an expression for total resultant force acting at the element A dash B dash along vertical directionil A dash B dash എന്ന സ്ട്രിംഗ് എലമെന്റിൽ, അതായത് ഡെൽറ്റ എക്സ് നീളമുള്ള ഒരു സ്ട്രിംഗ് എലമെന്റിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ അപ്വാർഡ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഈ ഇക്വേഷൻ 4 എന്ന് മാർക്ക് ചെയ്യുക. നൗ ടേക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ. നമുക്ക് വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ ഡെറിവേഷൻസ് ഒക്കെ വരുമ്പം ആകെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഇപ്പോൾ ഡെറിവേഷൻ നമ്മൾ പഠിച്ചു, പരീക്ഷയ്ക്ക് പോകുമ്പം ആകെ ഡെറിവേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് ആകെ ഓർമ്മയുണ്ടാകുന്ന കാര്യം ന്യൂട്ടൺ സെക്കൻഡ് ലോ. ടേക്ക് നൗ ന്യൂട്ടൺ സെക്കൻഡ് ലോ. സിമിലർലി ഈ ഡെറിവേഷനിലും ടേക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ. എഫ് ഈക്വൽ ടു എം എ. അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന എലമെന്റിൽ നമ്മൾ അപ്ലൈ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് ആണല്ലോ നമ്മളിപ്പം ഡിഫൈൻ ചെയ്തത്. സോ നമ്മൾ അതിന് ആ ഫോഴ്സിന് നമുക്ക് സം മാസ് ഇൻറ്റു സം ആക്സിലറേഷൻ, അതായത് ആ എലമെന്റിന്റെ മാസ് ഇൻറ്റു ആ എലമെന്റിന്റെ ആക്സിലറേഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. സോ എഫ് ഈക്വൽ ടു എം എ ആൻഡ് അസ്യൂമിംഗ് ദാറ്റ് മ്യൂ ഈസ് ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സ്ട്രിങ്. ആ സ്ട്രിങ്ങിന്റെ ലീനിയർ ഡെൻസിറ്റി മ്യൂ ആണെങ്കിൽ, വാട്ട് ഇസ് ലീനിയർ ഡെൻസിറ്റി? ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ലെങ്ത്തിൽ, അതായത് സ്ട്രിങ്ങിൽ ഇപ്പൊ നമ്മളിപ്പോ യൂണിറ്റ് ലെങ്ത് SI യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രിങ് ഒരു 5-6 മീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. 1 മീറ്റർ ലെങ്ത്തിൽ അതിന്റെ മാസ് എത്രയായിരിക്കും? സോ ഇഫ് ടോട്ടൽ മാസ് ഓഫ് ദി സ്ട്രിങ് ഈസ് എം ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഈസ് എൽ, മ്യൂ ഈസ് ഈക്വൽ ടു എം ബൈ എൽ. ഓർ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ് മ്യൂ. സോ ഇഫ് മ്യൂ ഈസ് ദ ലീനിയർ മാസ് ഡെൻസിറ്റി, വാട്ട് ഈസ് ദ mass of element A dash B dash which has a length of delta x? സ്ട്രിങ്ങിന്റെ ലീനിയർ ഡെൻസിറ്റി മ്യൂ ആണെങ്കിൽ ഡെൽറ്റ എക്സ് ലെങ്ത് ഉള്ള എ ഡാഷ് ബി ഡാഷ് എലമെന്റിന്റെ മാസ് എത്ര ആയിരിക്കും? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാസ് എം ഡാഷ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു മ്യൂ. ഓക്കെ, delta x into mu. So we can write force in terms of F is equal to Fi equal to ഡെൽറ്റ എക്സ്. ഈ മാസ് എന്ന് പറയുന്നത് നമ്മുടെ എ ഡാഷ് ബി ഡാഷ് എലമെന്റിന്റെ മാസാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എലമെന്റിന്റെ എഫ് വൈ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ആണ് എം എ. ന്യൂട്ടൺ സെക്കൻഡ് ലോ അത് എഴുതാൻ പറഞ്ഞു. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. സോ മാസിന് വരെ നമ്മൾ എഴുതാണ് ഡെൽറ്റ എക്സ് മ്യൂ ഇൻറ്റു വാട്ട് ഈസ് ആക്സിലറേഷൻ? We can say d square y by dx square അല്ലെങ്കിൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. സോ വൈ എന്ന് പറയുന്ന എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷിയേറ്റിലായിട്ട് എഴുതാം ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ, നൗ വി ഗോട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ വെർട്ടിക്കൽ അപ്വാർഡ് ഫോഴ്സ്. നമുക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി, ഇക്വേഷൻ 4 ആൻഡ് ഇക്വേഷൻ 5. അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന സ്ട്രിംഗ് എലമെന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സിന് രണ്ട് എക്സ്പ്രഷൻ കിട്ടി, ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 5. നമുക്ക് അതിനെ ഈക്വലൈസ് ചെയ്യാലോ.
അതായത് 2 ഈക്വൽ ആണെന്ന് എഴുതാലോ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് t into dou y by dou x at x plus delta x minus dou y by dou x at x is equal to mu delta x into dou square y by dou x square. ഇക്വേഷൻ 4 5 കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്. ഇതിനൊന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. വി ക്യാൻ നൗ റൈറ്റ് dou by dou x at x plus delta x minus dou by dou x at x divided by delta x equal to mu by t dou square y by dou x square. ഓക്കെ, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തു. അതായത് ഡെൽറ്റ എക്സിനെ ഇതിനടിയിലേക്ക് കൊണ്ടുവന്നു, ടീനെ ഇതിന്റെ ഡിനോമിനേറ്റർ പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഈ ഇക്വേഷൻ വെറുതെ ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്. സോ ഇന്ന് നമുക്ക് ഈ പീരീഡ് ഇവിടെ നിർത്താം. 5ാമത്തെ പീരീഡ് അഞ്ജലി മിസ്സിന്റെ പീരീഡ്. അഞ്ജലി മിസ് ഇല്ലാത്തതുകൊണ്ട് എന്നോട് കുറച്ച് സമയം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ സ്റ്റെപ്പ് ഉണ്ട്, അത് നമുക്ക് അടുത്ത പീരീഡിൽ എന്തായാലും എടുക്കാം. സോ ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വന്നത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ്റെ സ്ട്രിങ് ആണ്. സോ ഇതൊരു ജസ്റ്റ് ഒരു നടുക്ക് നിർത്തുന്നതാണ്. സോ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അടുത്ത പീരീഡിൽ ബാക്കി ഡെറിവേഷൻ കൂടെ ചെയ്യുമ്പോൾ ഇനി കുറച്ച് സ്റ്റെപ്സുകളേ ഉള്ളൂ, നമുക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, എന്നാ പിന്നെ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ടു ഇല്ല? ഓക്കെ, 2 ഉണ്ടെന്ന് പറഞ്ഞ 3 പറ. എല്ലാവരും 3 4 5 6 7 9 8 10 13 11 ഇല്ല? ഓക്കെ, 13 മുതൽ പറഞ്ഞോളൂ. 13 15 16 17 18 19 ആബ്സെന്റ് ആണോ? 19 present. 20 21 22 23 24 25 26 27 28 29 30 31 32 33 35 37 38 39 40 41 42 3 44 45 46 47 48 49 50 ഇല്ല? 51 52 53 54 55 56
57. 58. 59. 60. 61. 62. 63. ഓക്കെ, അബ്സെന്റ് മാർക്ക് ചെയ്തത് 50. സാരംഗ് സതീശൻ മാത്രമാണ്. സാർ പ്രസന്റാ 50%. ഓക്കെ ഓക്കെ. എടാ വോയിസ് അറ്റൻഡൻസ് എങ്കിലും വോയിസ് ഓണാക്കി പറയാൻ ശ്രമിക്കട്ടെ. ഓക്കെ ഓക്കെ, എന്നാൽ താങ്ക് യു. സാർ 50%. ആ ഞാൻ കേട്ടു.